പയ്യനെ വേണം. പുല്ലൊന്നും തിന്നാത്ത പയ്യനെ വേണം, വെള്ളമൊന്നും കുടിക്കാത്ത പയ്യനെ വേണം. പുല്ലൊന്നും തിന്നാത്ത പയ്യനെ വേണം, വെള്ളമൊന്നും കുടിക്കാത്ത പയ്യനെ വേണം. അലനിറങ്ങാത്ത പയ്യനെ വേണം, ചാണകം മണക്കാത്ത പയ്യനെ വേണം. അലനിറങ്ങാത്ത പയ്യനെ വേണം, ചാണകം മണക്കാത്ത പയ്യനെ വേണം. വീട്ടാരെ കുത്താത്ത പയ്യനെ വേണം, നാട്ടാരെ കുത്തുന്ന പയ്യനെ വേണം. വീട്ടാരെ കുത്താത്ത പയ്യനെ വേണം, നാട്ടാരെ കുത്തുന്ന പയ്യനെ വേണം. ഇനി ഒരു ചോദ്യമാണ് അവസാനം. വീട്ടാരെ കുത്താത്ത പയ്യനെ വേണം, നാട്ടാരെ കുത്തുന്ന പയ്യനെ വേണം എന്ന് നിർബന്ധമുള്ളവർ കൈവന്തിച്ചാട്ടെ. വളരെ 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 കുറച്ചേ ഉള്ളൂ, രണ്ടുപേരേ ഉള്ളൂ. പക്ഷെ ഒരാൾ കൈ പൊതിച്ചിട്ട് വേഗം താത്തിട്ടു വേണ്ട, വാങ്ങിച്ചുടനെ വിറ്റ് കളഞ്ഞു. അപ്പോൾ ഇത് ഒരു വലിയ സംസ്കാരത്തിന്റെ അടയാളമാണ്. നമുക്ക് നാട്ടുകാരെ എടുത്തിട്ട് കുത്തുന്ന ഒരു പശുവിനെ വേണ്ട, വീട്ടുകാരെയും കുത്തണ്ട, നാട്ടുകാരെയും കുത്തണ്ട, അല്ലേ? സഹോദര്യത്തിന്റെ അങ്ങനെയുള്ള പശുവിനെ വേണ്ട. ഈ ഉത്തരവാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇതാണ് പഠിപ്പിന്റെ ഒരു യോഗ്യത, ശരിക്ക് കവിതയുടെ യോഗ്യത, സാഹിത്യത്തിന്റെ യോഗ്യത. ഇതാണ് നന്മ നിറഞ്ഞ ഒരു ലോക ജീവിതമാണ് യഥാർത്ഥത്തിൽ കവിത ആവശ്യപ്പെടുന്നത്. ഇനി മുതിർന്നവർക്കൊരു ചെറിയ കവിത ചൊല്ലിക്കൊടുക്കും കേട്ടോ. അപ്പൊ ശബ്ദം ഉണ്ടാക്കരുതേ. മുതിർന്നവർക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങൾക്കും കേൾക്കാം, എന്നാലും ശബ്ദം ഉണ്ടാക്കാതെ മുതിർന്നവർക്ക് ഇത് ആസ്വദിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. വളരെ വേഗം ചൊല്ലിത്തീർക്കാം, ആവർത്തിച്ച് ചൊല്ലുന്നില്ല. ദേശാടന പക്ഷി എന്നാണ് കവിതയുടെ പേര്. ഞാൻ ആദ്യം ദേശാടന പക്ഷിയെ പരാമർശിച്ചിരുന്നു, അല്ലേ? നമ്മുടെ നാട്ടിലുള്ള പക്ഷി ആയിക്കൊള്ളണമെന്നില്ല. വളരെ അകലെ നിന്ന് ഒരുപാട് സമുദ്രങ്ങളൊക്കെ പിന്നിട്ട് ദേശാടന പക്ഷി വരികയാണ്. എന്തിനാണെന്നറിയാമോ? എന്തിനാ വരുന്നത്? ഇവിടുന്ന് കള്ളക്കടത്ത് നടത്താനാണ്. അത് മുട്ടയിടാൻ വരുന്നതാണ്. ഇര തേടാനും മുട്ടയിടാനും വരുന്ന പുതിയ തലമുറയെ വിരിയിച്ചെടുത്ത് അത് തിരിച്ചു പോകും. നിങ്ങൾ കൊല്ലും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അടുത്ത വർഷം അത് വരില്ല. വെടിവെച്ച് ഇറച്ചി എടുക്കൽ നിങ്ങൾ ലക്ഷ്യമാക്കിയാൽ ഇല്ല, നിങ്ങളുടെ നാട്ടിലേക്ക് ദേശാടന പക്ഷി വരില്ല. നിങ്ങൾ അവ അടയിരിക്കുന്ന കണ്ടൽക്കാടുകൾ ചുട്ടുകരിച്ചാൽ ഉറപ്പ് അടുത്ത വർഷം അത് സുരക്ഷിതമായ വേറെ ഏതെങ്കിലും ഒരു നാട് തിരക്കി പോകും. ദേശാടന പക്ഷികൾ വന്നിരിക്കുന്ന കടലുണ്ടി ദേശത്ത് ഒരു സായാഹ്നം ചെലവഴിച്ചപ്പോൾ ഞാൻ എഴുതിയ കവിതയാണ് ഇത്, ദേശാടന പക്ഷി. ദേശാടന പക്ഷി നിന്നെ ഞാൻ എന്തിനോ സ്നേഹിച്ചു, ശാശ്വതമല്ല നിൻ കൂടും കുടുംബവും, ശാശ്വതമല്ല നിൻ കൂടും കുടുംബവും. കൂട്ടും കുറുകലും പാട്ടും പഴംപുരാണങ്ങളും കാറ്റിന്റെ കയ്യിൽ നീ ഏൽപ്പിച്ച തൂവലും, ആറ്റുവഞ്ചിപ്പൊത്തിൽ നീയിട്ട മുട്ടയും ചേറ്റുവരമ്പത്തു നീ ചെയ്ത നൃത്തവും ശാശ്വതമല്ലെന്നറികിലും ദേശാടന പക്ഷി നിന്നെ ഞാൻ എന്തിനോ സ്നേഹിച്ചു. കാട്ടുതീ പോലെ സായന്തന ചോപ്പുകൾ, കാട്ടാളദാഹമടങ്ങാത്ത തോക്കുകൾ, പാത്തുപാത്തെത്തുന്ന വേട്ടനായ്ക്കൾ, കൂട്ടിലാർത്തി പൂണ്ടെത്തും കരിഞ്ചേരകൾ, ചൂട്ടുമിന്നിച്ചു വരുന്ന മഴ, ഓർക്കാപ്പുറത്തു പ്രളയം, കൊടുങ്കാറ്റിൽ വേരറ്റു വീഴുന്ന ഞാവൽ മരം, എന്നിട്ടും ആർദ്രമാതൃത്വം പൊരുന്നവയ്ക്കും കുഞ്ഞു പൊന്മുട്ടകൾ, മാറിലേ ചൂടിൽ വിരിയാൻ വിതുമ്പുന്ന നേരം നിനക്കു കാവൽ നിന്നോനിവൻ ദേശാടന പക്ഷി നിന്നെ ഞാൻ എന്തിനോ സ്നേഹിച്ചു. കാൽക്കീഴിൽ നിന്നു മണൽത്തരി ഓരോന്നും ആത്മാവറിയാതൊലിച്ചു പോകെ ഒറ്റയ്ക്കൊരു മൺചരാതുമായി
കൂടിന്റെ പക്കത്തു വന്നു നിശബ്ദനായി നിന്നു ഞാൻ. പൊയ്ക്കൊള്ളുക പൊയ്ക്കൊള്ളുക നീ പറന്നേതോ വിഹായസിൽ, നക്ഷത്രശാഖി കൈമാടി വിളിച്ചിടാം. രാത്രി തൻ ഭീകരയാമങ്ങൾ പിന്നിട്ടു യാത്രയാകൂ, രൗദ്രസാഗരം താണ്ടി നീ. കൈത്തലം കൊണ്ടു ഞാൻ തൊട്ടില്ല നിന്നുടെ മക്കളെ, ഓർമ്മയിൽ ഉമ്മ വെക്കുന്നു ഞാൻ. ഇന്ദ്രിയങ്ങൾക്കു തൊടാൻ കഴിയാത്തതാം മന്ത്രനിശ്വാസമറിഞ്ഞോ പരസ്പരം. ചുണ്ടുവിടത്തി നീ ചൊല്ലിയില്ലെങ്കിലും നിന്റെ നെഞ്ചിലെ ഭാഷ അറിഞ്ഞു നിൽക്കുന്നു ഞാൻ. ആകാശവ്യാപ്തി അളക്കാൻ ഒരേ വിരൽ, ഭൂമി തൻ ദൂരമളക്കാൻ ഒരേ നിഴൽ, ആഴി തന്നാഴമളക്കാൻ ഒരു പിടിപ്പുഴിയെന്നെ പഠിപ്പിച്ച പക്ഷി നീ. ദേശാടന പക്ഷി നിന്നെ ഞാൻ എന്തിനോ സ്നേഹിച്ചു. ദാഹനീരില്ലാതലഞ്ഞലഞ്ഞെത്തി എൻ ഗ്രാമത്തിൽ വന്നു വസനം പണിഞ്ഞവൾ. ആതിഥേയന്റെ വെളുത്ത ചിരിക്കുള്ളിൽ ആളി നിൽക്കുന്ന കുടിപ്പക കാണാതെ, സ്വാഗതം ചൊല്ലി വിളിക്കും വിരുന്നിലെ വീഞ്ഞിൽ കുതിർന്ന കൊലച്ചതി കാണാതെ, ജാതി മതം ഭാഷ ജാമ്യപത്രങ്ങളിൽ ജാതകം പൂട്ടി ജരാനര പുകാതെ, പ്രാണന്റെ പങ്കു പകർന്ന് നീ നൽകിയോരോമൽ കുരുന്നുകൾ കൊഞ്ചിപ്പറക്കവേ. പച്ചിലച്ചാർത്തു മെനഞ്ഞു നിർമ്മിച്ചൊരി കൊച്ചുകൂട്ടിൽ വെച്ചു നീ ചൊല്ലി ഇങ്ങനെ. പച്ചിലച്ചാർത്തു മെനഞ്ഞു നിർമ്മിച്ചൊരി കൊച്ചുകൂട്ടിൽ വെച്ചു നീ ചൊല്ലി ഇങ്ങനെ. ജഗത് ഏകനീടം ജഗത് ഏകനീടം ജഗത് ഏകനീടം. ദേശാടന പക്ഷി നിന്നെ ഞാൻ എന്തിനോ സ്നേഹിച്ചു. ദേശാടന പക്ഷി നിന്നെ ഞാൻ എന്തിനോ സ്നേഹിച്ചു. നീടം എന്ന് പറഞ്ഞാൽ കിളിക്കൂട്. ലോകം ഒരു കിളിക്കൂടാണ്, ഏക നീടം. ജഗത് ലോകം, ലോകം ഒരു കിളിക്കൂടാണ്. നമ്മൾ അതിലെ കിളികളാണ്. പറന്ന് ചേക്കേറുന്നു, പറന്ന് അകലുന്നു, മുട്ടയിടുന്നു, കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു, അല്ലേ? ഇതാണ് എന്റെ ഉദ്ഘാടനത്തിന്റെ സന്ദേശം. എല്ലാവർക്കും വിനീത നമസ്കാരം എന്നിങ്ങനെ യാത്ര പറയുന്നു.